أصيلة بعهد التقدم. هنا تجري قصص التجارة والتقاليد بحرية كما تجري. ഹലോ എവരിവൺ, എല്ലാവർക്കും ട്രാവലർ ഫ്രം കോർമർ എന്ന ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിലെ അൽ അമറാത്ത് പാർക്കിലെ വിശേഷങ്ങളുമൊക്കെയാണ് കണ്ടത്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് നമ്മളുള്ളത് കുറം നാച്ചുറൽ പാർക്കിലാണ്. മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ കണക്കനുസരിച്ച് ഡിസംബർ 23 മുതൽ ജാനുവരി 7 വരെ ഏകദേശം 5 ലക്ഷത്തിൽ പരം സന്ദർശകരാണ് മസ്കറ്റ് ഫെസ്റ്റിവൽ കാണാനായി എത്തിയത്. അതുകൊണ്ട് തന്നെ മസ്കറ്റ് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളുടെയും സംരംഭകരുടെയും സംഘാടകരുടെയൊക്കെ ആവശ്യം പരിഗണിച്ച് ഫെസ്റ്റിവൽ 10 ദിവസം കൂടി നീട്ടി. ഫെബ്രുവരി 1 വരെയാണ് ഇനി മസ്കറ്റ് നൈറ്റ് പ്രോഗ്രാമുകൾ ഉണ്ടാവുക. മസ്കറ്റ് നൈറ്റിന്റെ ചരിത്രവും നാൾവഴികളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചതാണ്. ഈ വർഷത്തെ മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലും ഒരു വൻ വിജയമാണ്. ഓരോ ദിവസവും സന്ദർശകരാൽ നിറഞ്ഞു കവിയുകയാണ് മസ്കറ്റ് നൈറ്റിന്റെ വേദികൾ. കുടുംബങ്ങളായും ബാച്ചലർമാരായും ഒരുപോലെ ആഘോഷിക്കുന്ന ആഘോഷ നഗരികൾ വെള്ളി ശനി ദിവസങ്ങളാണ് നിറഞ്ഞു കവിയുന്നത്. കുറം നാച്ചുറൽ പാർക്കിൽ ഒരുക്കിയ പുഷ്പമേളയാണ് പ്രധാന ആകർഷണം. ഈ കാണുന്നതാണ് കുറം നാച്ചുറൽ പാർക്ക്. മസ്കറ്റ് നൈറ്റിന്റെ ഏറ്റവും വലുതും ആകർഷകവുമായ വേദിയും ഇത് തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് ഈ പാർക്കിന്. നല്ല തണുപ്പും ഈ വർണ്ണ വെളിച്ചങ്ങളുടെ അലങ്കാരം കൂടി കലരുമ്പോൾ ഒരു സ്വർഗീയ അനുഭൂതിയാണ് ഈ പാർക്കിനിപ്പോൾ. നടന്നെത്താ ദൂരത്തോളമുണ്ട് ഈ പാർക്ക്. മുഴുവൻ ശരിക്കൊന്ന് നടന്നു കാണണമെങ്കിൽ ഒരു മുഴുവൻ ദിവസവും വേണം. പൂക്കൾ അലങ്കരിച്ചിരിക്കുന്നത് എത്ര മനോഹരമായാണ്. എത്ര ഫോട്ടോ എടുത്താലും നമുക്ക് മതിയാവില്ല. വിത്തുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൃത്രിമ ചെടിയാണിത്. പലതരം വിത്തുകൾ കൊണ്ട് ഒരു കരവിരുത്. പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. കൃത്രിമമായി വെള്ളമൊഴുക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം. മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ഭാഗം മാത്രമല്ല, മസ്കറ്റ് നഗരത്തിൻ്റെ കൂടി ഒരു ആകർഷണമാണ് ഈ വെള്ളച്ചാട്ടം. ഇത് ഈ ഫെസ്റ്റിവൽ സീസണിൽ മാത്രമല്ല, വർഷം മുഴുവൻ ഇവിടെ കാണാം. ഈ കുറം നാച്ചുറൽ പാർക്കിൽ ഒന്നിലധികം സ്റ്റേജുകളുണ്ട്. ഇത് ലൈറ്റ് ഷോ ഉള്ള ഒരു സ്റ്റേജാണ്. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ലൈറ്റ് ഷോ നടക്കുന്നു. അടുത്ത ഷോ 8 PM എന്ന് സ്റ്റേജിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിൽ മറ്റു കാഴ്ചകൾ ചിത്രീകരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ നടന്നു. പാർക്കിൻ്റെ ഒത്ത നടുക്കാണ് തടാകം. അതിനു ചുറ്റും വർണ്ണ വെളിച്ചം കൊണ്ട് അലങ്കരിച്ചു. ഈ തടാകത്തിന് ചുറ്റും വൃത്താകൃതിയിൽ നടപ്പാത. അതിനുമപ്പുറം പലതരം വിൽപ്പനശാലകൾ. അത്ര വിൽക്കുന്ന കടകളുണ്ട്, ഫുഡ് സ്റ്റോളുകളുണ്ട്, അങ്ങനെ പലതരം ഷോപ്പുകൾ. ഈ വൃത്താകൃതിയിലുള്ള നടപ്പാതയിലൂടെ വിവിധതരം പരിപാടികളുമായി കലാകാരന്മാർ ചുറ്റിക്കറങ്ങുന്നു. സൈക്കിൾ യജ്ഞം, സർക്കസ്, അങ്ങനെ ഒത്തിരി രസകരമായ പരിപാടികൾ. ഇവിടെ ഒരു സൈക്കിൾ യജ്ഞമാണ്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം.
ഇത് മറ്റൊരു വേദിയാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ മാജിക് ഷോ കഴിയുകയായിരുന്നു. അതിനുശേഷം കുട്ടികളെയൊക്കെ ആൾക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചുകൂട്ടി ഗെയിംസുകൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് അവർ സമ്മാനവും നൽകുന്നുണ്ടായിരുന്നു. അത് കുറച്ചു നേരം ഇങ്ങനെ കണ്ടിരുന്നു. اوكي يلا 1 2 3 4 5 6 وانتوا الاثنين تعالوا هنا. ايوه. വീണ്ടും കാഴ്ചകൾ കാണാൻ ഞാൻ നടന്നു. ഫുഡ് സ്റ്റോളുകളാണ് ഈ കാണുന്നതെല്ലാം. വിവിധ തരം ഭക്ഷണങ്ങൾ ആസ്വദിക്കാൻ ഒരുപാട് പേർ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇത്ര വലിയ പാർക്കിൽ നടന്ന മടുത്തവർക്ക് സഞ്ചരിക്കാനുള്ള വാഹനമാണിത്. അതിൻ്റെ സാരഥിയോട് ഞാനൊരു നമസ്കാരം പറഞ്ഞു. വളരെ സ്നേഹത്തോടെയുള്ള ഒരു അഭിവാദനവും ഒരു പുഞ്ചിരിയും അദ്ദേഹം എനിക്ക് തിരിച്ചു തന്നു. വീണ്ടും നടന്ന് ഗ്ലോബൽ വില്ലേജിലെത്തി. വിവിധതരം രാജ്യങ്ങളുടെ സ്റ്റോളുകൾ ഇവിടെയുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും വ്യാപാരം, കല, സംസ്കാരം എല്ലാത്തിൻ്റെയും ഒരു റെപ്രസെൻറ്റേഷനാണ് ഓരോ സ്റ്റോളുകളും. പൈതൃക ഗ്രാമം ആധികാരിക ഒമാനി സംസ്കാരത്തിൻ്റെയും മറ്റു രാജ്യങ്ങളുടെ സംസ്കാരത്തിൻ്റെയും നേർക്കാഴ്ച പ്രദാനം ചെയ്യുന്നു. ഇറാൻ, ഇന്ത്യ, എത്യോപ്യ, പാകിസ്ഥാൻ, ടുണീഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത കരകൗശല വസ്തുക്കളും പുരാവസ്തുക്കളുടെയും പ്രദർശനം പുത്തൻ കാഴ്ചയാണ് ഏവർക്കും പ്രദാനം ചെയ്യുന്നത്. മസ്കറ്റ് നൈറ്റിൻ്റെ കുറച്ച് പൊതുവിശേഷങ്ങൾ പറഞ്ഞാൽ, ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 മണി വരെയാണ് മസ്കറ്റ് നൈറ്റിൻ്റെ വേദികളിൽ പരിപാടികൾ നടക്കുക. വാരാന്ത്യങ്ങളിൽ ഖുറം നാച്ചുറൽ പാർക്ക് ഒഴികെയുള്ള സ്ഥലങ്ങളിൽ 12 മണി വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. സാഹസിക വിനോദങ്ങൾ, ഫുഡ് കോർട്ടുകൾ, സാംസ്കാരിക പരിപാടികൾ, ഇലക്ട്രിക് ഗെയിം ഷോ, ഡ്രോൺ, ലേസർ ഷോകൾ എന്നിവയെല്ലാം കാണികളുടെ മനം കവരുന്നതാണ്. ഈ വർഷത്തെ പരിപാടികളിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന് ഖുറം പാർക്കിലെ പുഷ്പമേളയും അമറാത്ത് പാർക്കിലെ ഗ്ലോബൽ വില്ലേജും നസീം ഗാർഡനിലെ ഹെറിറ്റേജ് വില്ലേജും ഒക്കെയാണ്. അമറാത്ത് പാർക്കിൽ കണ്ടതുപോലുള്ള ഒരു ഒമാനി വാദ്യോപകരണങ്ങൾ കൊണ്ടുള്ള കലാവിരുന്ന് ഇവിടെയുമുണ്ട്. ഞാനത് കണ്ട് കുറച്ചു നേരം അങ്ങനെ നിന്നു. ചില രാജ്യങ്ങളുടെയൊക്കെ സ്റ്റോറുകളിൽ കയറിയിറങ്ങി ഞാൻ ചിത്രീകരിച്ചു. ഇന്ത്യയുടെ സ്റ്റോളിൻ്റെ അകത്തും ഒന്ന് കയറി. മലയാളികളുടെ ഒരു ചായക്കട ഇതിൻ്റെ അകത്തുണ്ട്. നല്ല ചായയും കടിയും ഒക്കെ ഇവിടെ നിന്ന് കിട്ടും. പിന്നെ കയറിയത് ടുണീഷ്യയുടെ സ്റ്റോളിലാണ്. ഇതൊരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഓരോ രാജ്യത്തിൻ്റെയും കലയുടെയും സംസ്കാരത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും ഒക്കെ ഒരു റെപ്രസെൻറ്റേഷൻ.
വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു വടത്തിൽ നിന്നുകൊണ്ട് ഒരു സർക്കസ് പ്രകടനം. ഇത് ചിത്രീകരിക്കാൻ എൻ്റെ ക്യാമറകൾ പോരാ. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തടാകത്തിൻ്റെ വഴിവീതികളിൽ മറ്റൊരു കലാപ്രകടനം. നൃത്യവാദ്യങ്ങളോടെ കലാകാരന്മാർ വഴിവീതികൾ ചുറ്റിക്കറങ്ങുന്നു. എട്ടരയ്ക്കാണ് ഡ്രോൺ ഷോ. അത് ചിത്രീകരിക്കാൻ 5 മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ നല്ലൊരു സ്ഥലം നോക്കി ഇരിപ്പുറപ്പിച്ചു. എന്നാൽ ഡ്രോൺ ഷോ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എൻ്റെ ഫോൺ ക്യാമറയിൽ ചിത്രീകരിക്കുന്നതിന് പരിധികളുണ്ടെന്ന്. സത്യത്തിൽ നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയുണ്ട്. വല്ലാത്ത ഭംഗിയും ഒരു അത്ഭുത കാഴ്ചയുമാണ് ഈ ഡ്രോൺ ഷോ. ആകാശം നിറഞ്ഞു നിന്ന് ഓരോ ചിത്രങ്ങൾ മിന്നിമായും. ഒരു 15 മിനിറ്റോളം ഈ ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു. എട്ട് മണിയുടെ ലൈറ്റ് ഷോ ഞാൻ നടന്നെത്തിയപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. 9 മണിയുടേത് മിസ്സാവാതിരിക്കാൻ ഞാൻ ഡ്രോൺ ഷോ കഴിഞ്ഞ വഴി വന്നിരുന്നു. ഇതും കാണാനൊരു കൗതുക കാഴ്ച തന്നെയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. بعهد التقدم. هنا تجري قصص التجارة والتقاليد بحرية كما تجري رياح الصحراء، مشكلة مدينة مقدر لها العظمة.
സത്യത്തിൽ ഞാൻ നടന്ന് വയ്യാതായി. അത്രയും വലുതാണ് ഈ പാർക്ക്. ആളൊഴിഞ്ഞ ഇടങ്ങളും ഈ പാർക്കിൽ കാണണമെങ്കിൽ അതിന് വലിപ്പം ഊഹിക്കാമല്ലോ. ഏതായാലും നല്ലൊരു എക്സസൈസായി ഈ നടത്തം. ദ ട്രാവലർ ഫ്രം കോർമലയുടെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.